ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി എല്ലാ പ്രായക്കാർക്കും സുവർണാവസരം. സർക്കാർ സേവിംഗ് സ്കീമുകൾ പോസ്റ്റ് ഓഫീസ് വഴി നടത്തുന്നു. ഇത് വലുതോ ചെറുതോ ആയ എല്ലാ നിക്ഷേപങ്ങളുടെയും സുരക്ഷ ഉറപ്പു നൽകുന്നു എന്നതാണ് പ്രത്യേകത. നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കണമോ എങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിക്കോളൂ. പോസ്റ്റ് ഓഫീസ് ചെറുകിട സമ്പാദ്യ പദ്ധതികൾ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും മികച്ച സേവിംഗ് സ്കീമുകൾ ഇവിടെ ലഭ്യമാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ നിക്ഷേപ പദ്ധതികളും ഇവിടെയുണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ ഓരോ 3 മാസത്തിലും പരിഷ്കരിക്കും എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ച ഒരു പദ്ധതി തന്നെയാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം. ഈ പദ്ധതിയിൽ നിങ്ങൾ 400 രൂപ നിക്ഷേപിച്ചാൽ 20 ലക്ഷം എന്ന ഗണ്യമായ കോർപ്പസ് ശേഖരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതായത് പോസ്റ്റ് ഓഫീസ് സ്കീമിന്റെ പലിശ നിരക്കുകൾ ഓരോ 3 മാസത്തിലും പരിഷ്കരിക്കുന്ന ഒന്നാണ്. PO റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പലിശ നിരക്കിനെ സംബന്ധിച്ച് 5 വർഷത്തെ നിക്ഷേപത്തിന് സർക്കാർ 6.70% പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വെറും 100 രൂപ പ്രാരംഭ നിക്ഷേപം മാത്രം മതി. ഒരു അക്കൗണ്ട് തുറക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ സർക്കാർ സ്കീമിലെ പതിവ് ചെറിയ നിക്ഷേപങ്ങൾ ഗണ്യമായ ഒരു കോർപ്പസ് ശേഖരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. 5 വർഷമാണ് ഇതിന്റെ കാലാവധിയെന്ന് മറക്കേണ്ട. സർക്കാർ പദ്ധതി പ്രകാരം ആർക്കും അക്കൗണ്ട് തുറക്കാനും സാധിക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാൻ ഇതിലൂടെ സാധിക്കും. അവരുടെ മാതാപിതാക്കളുടെ സഹായത്തോടെയാണ് അക്കൗണ്ട് തുറക്കേണ്ടത്. 18 വയസ്സ് തികയുമ്പോൾ അവരുടെ KYC അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയ ഓപ്പണിംഗ് ഫോം സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായി ഈ അക്കൗണ്ട് പ്രവർത്തിക്കാം. PO RD സ്കീമിന് 5 വർഷത്തെ മെച്യൂരിറ്റി കാലയളവുണ്ട്. എന്നാൽ നിക്ഷേപകർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് 5 വർഷം കൂടി നീട്ടാനും സാധിക്കും. കൂടാതെ മികച്ച വരുമാനം മാത്രമല്ല, മറ്റ് നിരവധി ആനുകൂല്യങ്ങളും സർക്കാർ പദ്ധതികൾക്ക് പ്രചാരത്തിലുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം നിക്ഷേപകർക്ക് വായ്പയുടെ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് സ്കീമിൽ 400 രൂപ എന്ന പതിവ് നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് 20 ലക്ഷം കോർപ്പസ് എങ്ങനെ സമാഹരിക്കുമെന്ന് നോക്കാം. വളരെ ലളിതമായ രീതിയാണ്. പ്രതിദിനം 400 ലാഭിക്കുകയാണെങ്കിൽ, അതായത് പ്രതിമാസം 12,000 അവർക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ 5 വർഷത്തെ മെച്യൂരിറ്റി കാലയളവിന് ശേഷം അവരുടെ കോർപ്പസ് എന്ന് പറയുന്നത് 8,56,388 ആയിരിക്കും. അങ്ങനെ നിക്ഷേപം 5 വർഷത്തേക്ക് കൂടി നീട്ടിയാൽ ആ കാലയളവിലെ അവരുടെ നിക്ഷേപം 14 ലക്ഷത്തിന് മുകളിലായിരിക്കും. അതേസമയം ലഭിച്ച ആകെ കോർപ്പസ് 20 ലക്ഷമായിരിക്കും. അതിൽ 6 ലക്ഷം പലിശ വരുമാനം മാത്രമായി ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇനി അക്കൗണ്ട് ഉടമയുടെ മരണമുണ്ടായാൽ നോമിനിക്ക് ആനുകൂല്യം ക്ലെയിം ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.